ഇറാനെതിരെ ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന സൈനിക നടപടികൾക്കായി അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ മാസം ആദ്യം തന്നെ പുറത്തുവന്നിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട മുൻകാല ആക്രമണങ്ങളിൽ, അതായത് 2025 ജൂണിലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഇറാന്റെ സുരക്ഷാ കേന്ദ്രങ്ങളെയും ഭരണകൂട സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ട് ആഴ്ചകളോളം നീളുന്ന ശക്തമായ ആക്രമണത്തിനാണ് പെന്റഗൺ പദ്ധതിയിട്ടിരിക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിലുള്ള USS എബ്രഹാം ലിങ്കണ് പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിനെ കൂടി മേഖലയിലേക്ക് അയക്കാൻ പ്രസിഡന്റ് ഉത്തരവിട്ടിരുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇറാന് ചോർത്തി കിട്ടുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ഭയം ആവശ്യമാണ് എന്നാണ് ഫെബ്രുവരി 13 ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ജനീവയിൽ നിർണായകമായ ചർച്ചയ്ക്കിടെ ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക ഇപ്പോൾ. തങ്ങളുടെ ഭൂപ്രദേശത്തിന് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് തക്ക ശക്തമായ ഒരുക്കങ്ങളാണ് ഇറാന്റെ അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മരുഭൂമികൾക്കും കരിമ്പാറ കൂട്ടങ്ങൾക്കും ഉള്ളിൽ നിശബ്ദമായ എന്നാൽ അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വെറുമൊരു ആണവ പദ്ധതിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഉറച്ച തീരുമാനം കൂടിയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വ്യോമാക്രമണങ്ങളും പതിവാകുമ്പോൾ സ്വന്തം സമ്പത്തായ ആണവ സാങ്കേതിക വിദ്യയെയും ശാസ്ത്രജ്ഞരെയും സംരക്ഷിക്കാൻ ഇറാൻ തിരഞ്ഞെടുക്കുന്നത് ഭൂമിയുടെ ആഴങ്ങളിലെ സുരക്ഷിതത്വം കൂടിയാണ്. ഉപഗ്രഹങ്ങൾ പകർത്തിയ ഓരോ ദൃശ്യവും ലോകത്തിന് നൽകുന്ന സൂചന അതിൽ നിന്ന് വ്യക്തമാണ്. ബാഹ്യശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തകർക്കപ്പെടാൻ കഴിയാത്ത വിധം കൂടുതൽ ആഴത്തിലേക്ക്, കൂടുതൽ സുരക്ഷിതമായ കോട്ടകളിലേക്ക് ഇറാൻ തങ്ങളുടെ ആണവ സ്വപ്നങ്ങളെ പറിച്ച് നട്ടിരിക്കുകയാണ്. ഇത് അതിജീവനത്തിന്റെ കൂടെ അധ്യായമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ബാഹ്യശക്തികളുടെ നിരന്തരമായ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും നടുവിൽ സ്വന്തം ശാസ്ത്രീയ നേട്ടങ്ങളെ സംരക്ഷിക്കുക എന്നത് ഏതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെയും കടമ കൂടിയാണ്. ഇതിന്റെ ഭാഗമായാണ് നതാൻസ് ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള മൗണ്ട് കോളാൻ ഗാസ്ല ഇറാൻ അത്യാധുനികമായ സുരക്ഷാ സംവിധാനമായി ഉയർത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 10 ലഭ്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം പർവ്വത ഹൃദയങ്ങളിലേക്ക് നയിക്കുന്ന തുരങ്ക കവാടങ്ങൾ അതിശക്തമായ കോൺക്രീറ്റ് കവചങ്ങളാൽ ഇറാൻ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. കൂറ്റൻ ബൂം പമ്പുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ നിർമ്മാണം കേവലം ഒരു കെട്ടിടം പണിയിലല്ല, മറിച്ച് ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയെ ലോകത്തിലെ ഏറ്റവും മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ നിന്ന് പോലും സംരക്ഷിക്കാനുള്ള ഒരു കവചം തീർക്കൽ കൂടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞർക്ക് നേരെയും ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങൾ ഇറാന് നൽകിയ പാഠവും ഇതുതന്നെയാണ്. തുറന്ന സ്ഥലത്തേക്കാൾ സുരക്ഷിതവും പർവ്വതങ്ങളുടെ ആഴങ്ങളാണ് എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ പുതിയ നിർമ്മാണത്തിലേക്ക് കൂടി അവരെ എത്തിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ നിരീക്ഷണങ്ങൾ ശരിയാണെങ്കിൽ വരും കാലങ്ങളിൽ ഇറാന്റെ ഏറ്റവും നിർണായകമായ യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയകൾ ഈ പർവ്വതത്തിനുള്ളിലെ സുരക്ഷിത അറകളിലും നടക്കുക. അത്യാധുനിക സെൻട്രിഫ്യൂജുകളെ ശത്രുക്കളുടെ കണ്ണെത്താത്ത ദൂരത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ തലകുനിക്കില്ലെന്ന് ഇറാൻ ലോകത്തോട് ഉറപ്പിച്ചു പറയുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്മേൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ ആ രാഷ്ട്രത്തെ കൂടുതൽ കരുത്തരാക്കുകയേ ഉള്ളൂ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാനിലെ പുതിയ നിർമ്മാണങ്ങൾ. 2025 ജൂണിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണം നതാൻസിലെ ആണവ നിലയത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഇറാന്റെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളെ ഭയന്ന ശത്രുക്കൾ അവരുടെ സമ്പുഷ്ടീകരണ ശേഷി പൂർണ്ണമായും തകർത്തെന്ന് അവകാശപ്പെടുമ്പോഴും ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെയാണ് ഇറാൻ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ തങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ ഇന്ന് പുതിയതും കൂടുതൽ കരുത്തുറ്റതുമായ മേൽക്കൂരകൾ ഉയർന്നു കഴിഞ്ഞു. ഇത് വെറുമൊരു നിർമ്മാണമല്ല, മറിച്ച് ശത്രുക്കളുടെ ചാരക്കണ്ണുകളിൽ നിന്നും അത്യാധുനിക ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്നും തങ്ങളുടെ രഹസ്യങ്ങളെ മറച്ചു പിടിക്കാനുള്ള സുരക്ഷാ കവചം കൂടിയാണ്. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് തിരിച്ചറിഞ്ഞ് നതാൻസിലും ഇസ്ഫഹാനിലും അത്യാധുനിക ആന്റി ഡ്രോൺ കവചങ്ങളാണ് ഇറാൻ സ്ഥാപിച്ചിരിക്കുന്നത്. നതാൻസിൽ നിന്ന് 125 കിലോമീറ്റർ അകലെയുള്ള ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിൽ ഇവിടുത്തെ തുരങ്ക കവാടങ്ങൾ ഇപ്പോൾ മണ്ണും പാറയും ഉപയോഗിച്ച് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട ഇടമായി തോന്നാമെങ്കിലും ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നിശബ്ദ പ്രതിരോധം ഇവിടെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശത്രുരാജ്യങ്ങൾ തൊടുത്തുവിടുന്ന ബോംബറുകളുടെ ആഘാതം ആഗിരണം ചെയ്യാൻ കട്ടിയുള്ള മൺപാളികൾക്ക് സാധിക്കും എന്നാണ് വിലയിരുത്തൽ.
ഇത് ഉള്ളിലെ പരീക്ഷണശാലകൾക്ക് ഒരു സ്വാഭാവിക കവചം തീർക്കുന്നുണ്ട്. അത്യാധുനിക കമാൻഡോ ഗ്രൂപ്പുകൾ തുരങ്കങ്ങൾ വഴി ഉള്ളിലേക്ക് കടന്നുകയറുന്നത് തടയാൻ ഈ മണ്ണും പാറയും ചേർന്നുള്ള കവചം വലിയൊരു തടസ്സമാണ്. ഏകദേശം 400 കിലോഗ്രാം ഉയർന്ന സമ്പുഷ്ട യുറേനിയം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായി ഈ സമ്പത്ത് ഏതു വില കൊടുത്തും സംരക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ ബാധ്യത കൂടിയാണ്. ആണവ സാങ്കേതിക വിദ്യയിലെ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുമായി ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഇറാൻ എന്നും വാതിൽ തുറന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി സൂചിപ്പിക്കുന്നത് പോലെ സമാധാനത്തിനായുള്ള ഒരു അവസരത്തിന്റെ ജാലകം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ സൈനിക ഭീഷണികൾ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആക്രമണങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയാത്തത് ഒരു ജനതയുടെ അറിവിനെയും നിശ്ചയദാർഢ്യത്തെയുമാണ് എന്ന് ഇതിലൂടെ വ്യക്തമാണ്. കെട്ടിടങ്ങൾ തകർക്കാം, യന്ത്രങ്ങൾ നിശ്ചലമാക്കാം, പക്ഷേ ഈ ജനതയുടെ ആർജവത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ജനീവയിൽ നടക്കുന്ന ചർച്ചകളിലേക്ക് ലോകം തിരിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇനി ലോകം കാണാൻ പോവുക മറ്റൊരു ലോക യുദ്ധത്തിനു കൂടി വഴിയൊരുക്കുന്നതായിരിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ട്രംപിന്റെ കപ്പൽ അയക്കൽ സംവിധാനത്തെ ഇറാൻ പൂർണ്ണമായും തടഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒമാൻ തീരത്തു നിന്നും ഏകദേശം 150 നോട്ടിക്കൽ മൈൽ അകലെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ഈ കപ്പൽ വ്യൂഹങ്ങളെ ഇറാൻ വളഞ്ഞുവെന്നാണ് വാർത്തകൾ.